ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റേഹ മോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈദ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് എത്തിയിട്ടുള്ളത് പത്രാസിലാട്ടോ വെന്നൂരുള്ള. അപ്പം ഞാനിത് പത്രാസ് എന്നൊക്കെ നോക്കിയിട്ട് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. കയറിയപ്പോൾ തന്നെ നല്ല ഭംഗിയിട്ട് മുമ്പിൽ ജീൻസിൻ്റെ മിടിയും കുപ്പായൊക്കെ ഇങ്ങനെ നമ്മളെ ഷർട്ടൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ദേ ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് എനിക്കൊക്കെ. അപ്പോൾ ദേ അവിടെ കുറേ ഫ്രോക്സൊക്കെ കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രോക്സ്, ഇങ്ങനെ പൂവൊക്കെയുള്ള നല്ല ക്യൂട്ടില്ല, നല്ല രസം കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ പല 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 കളേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സസ് ഉണ്ട്. ഇത് കുഞ്ഞു കുട്ടികൾക്കുള്ള കോട്ടൺ ഉടുപ്പാട്ടോ. അതിന് ബേബിക്കൊക്കെ നോക്കിയിട്ട് ഞങ്ങളിത് അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ ക്രീമിനേക്കാൾ രസം പർപ്പിൾ എന്നൊക്കെ പറഞ്ഞിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സസൊക്കെ നോക്കി. അതിന് ബേബിക്ക് കുറേ ഡ്രസ്സ് നോക്കിയിട്ടോ. അവൾക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കെടുക്കാനുണ്ട്. അപ്പം അതെ അവിടെയാണ് എൻ്റെ സെക്ഷൻ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെ ഞാൻ എൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഡ്രസ്സിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു നിനുവിൻ്റെ ഡ്രസ്സ് ആദ്യം എടുക്കാമെന്ന്. അങ്ങനെ നിനുവിൻ്റെ ഡ്രസ്സുകളുള്ള സ്ഥലം ഞാൻ പോയി നോക്കി നിനുവിൻ്റെ. അപ്പം നോക്കിയപ്പോൾ ദേ ഇങ്ങനത്തെ, അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഇതുപോലെ ഒരു ഇപ്പോഴത്തെ മോഡലെ ഷർട്ടുകളൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ടോ, ഇതിന് നല്ല രസമുള്ളതുണ്ടോ എന്നൊക്കെ. പിന്നെ ഞങ്ങൾ അവൾക്ക് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളത് ഏതെടുക്കണം കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുത്തെ ഷർട്ടിൻ്റെ കാര്യമാണ് നിർത്തി വെച്ചിട്ട് ഞങ്ങൾ നിനക്ക് നമ്മൾ ജീൻസിൻ്റെ മിഡിയാണ് എടുക്കണേ. അപ്പോൾ ജീൻസിൻ്റെ മിഡി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവളെ സൈസ് നോക്കി, അവളെ കളറൊക്കെ, അവൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാനും അതിനുമ്മയും കൂടി അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ഈ കടയിലൊക്കെ വന്നാൽ കളിക്കലാണ് പണി. അങ്ങനെ ദേ ഞാനും അതിനുമ്പം കൂടി ഇങ്ങനെ കളിക്കട്ടാ. അതിനുമ്പ പറഞ്ഞു നമുക്ക് ദീദിക്ക് മുകളിലത്തെ ഫ്ലോർ കാണണ്ടേ വാ എന്നൊക്കെ പറഞ്ഞാണ്ട് എന്നെ ഇങ്ങനെ വിളിക്കായിരുന്നു. നമ്മൾ കുറേ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ പിന്നെ അതിനുമ്മയും ഞാനും കൂടി അവിടെ കളിച്ചു. പിന്നെ മുമ്പിലുള്ളതുണ്ട് ഓരോ പ്രതിമകൾ. എനിക്ക് ആ കുട്ടിയുടെ പപ്പസ് ഇട്ടിട്ട് അതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇങ്ങനെ കുറേ നേരം നിന്നു. പക്ഷേ അതിന് മുഖത്ത് കണ്ണും മൂക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ ദേ നീനുവിൻ്റെ ഡ്രസ്സസ് ഇങ്ങനെ ട്രൈ ചെയ്യാണ്. ഞാനും നീനുവിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഇടയ്ക്ക് വെച്ച് നോക്കി, നമുക്കൊന്നും രസം വേണ്ടേ. അങ്ങനെ ഞാനും അതൊക്കെ വെച്ച് നോക്കി. അങ്ങനെ നീനും അവിടെ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് നോക്കുന്നുണ്ട്, ട്രയൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും ഇവിടെ നീനുവിൻ്റെ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, വർക്കൊക്കെ വരുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ നീനുക്ക് ഡ്രസ്സൊക്കെ നോക്കിയെടുത്തതിന് ശേഷം എൻ്റെ ഡ്രസ്സ് മുകളിലത്തെ ഫ്ലോറിലായിരുന്നു. അപ്പം അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോവുകയാണ് ഗൈസ്. ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ. അങ്ങനെ ഞാൻ ഓടിപ്പോയി. എനിക്കും ഇഷ്ടം ജീൻസ് മിഡി എടുക്കാനിട്ടോ. ഞാൻ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ജീൻസ് മിഡി മതിയെന്ന്. അങ്ങനെ ഞാൻ ജീൻസ് മിഡീൻ്റെ ഭാഗത്തോട്ട് പോയി. അങ്ങനെ ഇവിടെയാണ് നമ്മൾ ജീൻസ് മിഡി ഇരിക്കുന്നത് ഗായ്സ്. അപ്പോൾ നമുക്ക് ജീൻസ് മിഡി നോക്കാം. അപ്പോൾ അവിടുത്തെ കാക്കയോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ കാക്ക എടുത്ത് തന്നു. ഫുള്ളായിട്ടും ഉണ്ടായിരുന്നു, ഷോർട്ടായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഷോർട്ട് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫുള്ള് മതി. അപ്പോൾ ഫുള്ളിൽ എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടം. അപ്പോൾ ബ്ലൂ കാണിച്ചു തന്നു. പിന്നെ പിങ്കും ഉണ്ടായിരുന്നു, പല കളറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയില്ല, എനിക്ക് പിങ്കും ബ്ലൂ ആണ് ഇഷ്ടമായത്. അങ്ങനെ ഞാനത് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ടും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് അതിക്ക് ഷർട്ട് വേണ്ടേ, വേണ്ടേ. അപ്പം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ മിഡി വെച്ച് നോക്കി, ഇതിൻ്റെ സൈസ് കറക്റ്റാണോ, എനിക്കിഷ്ടമായോ, എൻ്റെ മുഖത്തേക്ക് കളർ ചേരുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ദേ ഞാൻ എൻ്റെ രണ്ട് മിഡിയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഗായ്സ്. ഞാൻ വെച്ചിട്ടൊന്നും പറഞ്ഞിട്ട് ഇതാണോ രസം എന്നൊക്കെ. പിന്നെ ഷർട്ടൊക്കെ എടുത്ത് മിഡിയും ഷർട്ടും ട്രയൽ ചെയ്തു.
എനിക്കിഷ്ടമായി, എല്ലാം എനിക്കിഷ്ടമായി. എനിക്കാണെങ്കിലും കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണമെന്ന്. പിന്നെ ഞാൻ എനിക്ക് ബ്ലൂ വെച്ച് നോക്കി, അപ്പോഴും രസം. എനിക്ക് ആകെ കൺഫ്യൂഷൻ ഇട്ടതല്ലേ, ഇത് കൊടുത്താലോ എന്നും തോന്നുക, ശരി ഇത് കൊടുക്കൂല, ഒന്നല്ലേ എടുക്കുള്ളൂ. അപ്പം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഇത് ഈ മിടി എനിക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഷർട്ട് നോക്കാൻ നീനും പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് വെച്ച് നോക്കി. അപ്പം എനിക്ക് കുപ്പായം ഇഷ്ടമായോ എന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ പല കുപ്പായം വെച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 3 സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്ന് വെച്ച് നോക്കണ്ടേ, അങ്ങനെ ഞാൻ വെച്ച് നോക്കാം ഗൈസ്. ഇപ്പം ഞാൻ ഈ ഡ്രസ്സ് വേണമെന്ന് ഇങ്ങനെ നോക്കിയാണ്ട് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്, ഇതിടാന്ന് പറഞ്ഞിട്ട്, ഇത് ട്രയൽ ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ ആ കുപ്പായം ഇങ്ങനെ എനിക്ക് ആ കുപ്പായം തന്നെയായിരുന്നു ഞാൻ കുറേ നേരം ഇട്ട് നിന്നെ. പിന്നെ ഞാൻ വേറൊരു കുപ്പായം വെച്ച് നോക്കി, നല്ല ക്യൂട്ടായിട്ടില്ലേ, ഉള്ളിലൊരു കുപ്പായം വന്നിട്ട് കോട്ടൊക്കെ പോലെ. അതെനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ല, നല്ല ഇഷ്ടമായി എന്നാലും ഇഷ്ടമായില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെടുത്തു. അപ്പോൾ അത് വെച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ മീഡിയം വെച്ചതിൽ കുറച്ച്. പിന്നെ ഞാനിത് ഈ കുപ്പായം ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഈ താഴത്ത് ബലൂണ് മോഡൽ വന്ന് അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ മുമ്പത്തെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടമായി, എന്നാലും ഇഷ്ടമായി, അങ്ങനെയായിരുന്നു. പിന്നെ അതിക്ക് പിങ്ക് മിഡി ബ്ലൂ മിഡി ഒക്കെ വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ. പിന്നെ വേറെ കുപ്പായം ഉണ്ട് കേട്ടോ മെച്ചിൻ്റെ കയ്യിൽ വേറെ കുപ്പായം ഉണ്ട്. അപ്പം ഇത് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ മുഖത്ത് ചേരുന്നുണ്ട്, പക്ഷെ മറ്റേ കുപ്പായം ചേരുന്നുണ്ട്, ആ കുപ്പായം ചേരുന്നുണ്ട് ഒക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അമ്മച്ചിനോട്. പിന്നെ എനിക്ക് വൈറ്റ് കുപ്പായം വേണം, പിങ്ക് കുപ്പായം വേണം, അങ്ങനത്തെ ഒരു നിയമങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ വൈറ്റ് കുപ്പായം ഇട്ട് നോക്കി. ഇത് എനിക്ക് ഈ മിടിയിലോട്ട് ചേരുന്നില്ല, ഇഷ്ടമില്ല. അപ്പോൾ ഈ മിടിയിലോട്ട് ഇത് ചേരുന്നില്ല. അപ്പം ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. കുപ്പായിക്കല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ ഓരോന്ന് വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഈ ബ്ലൂ മീഡിയം വേണമെന്നുണ്ടായിരുന്നു. നിനക്കൊക്കെ ബ്ലൂ മിഡി നോക്കിയപ്പോൾ എനിക്കൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഓരോ മിഡി വെച്ച് നോക്കി, ഓരോ കുപ്പായം വെച്ച് നോക്കി. എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല, എന്നാൽ എനിക്ക് എല്ലാതും പിടിക്കുന്നുണ്ട്. എനിക്ക് എല്ലാതും ഇഷ്ടമായി എന്നാൽ എല്ലാം ഇഷ്ടമായില്ല, ചിലത് ഇഷ്ടമാവും ചിലത് ഇഷ്ടമാവില്ല. അങ്ങനെ ഫൈനലി ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം എൻ്റെ തലയിൽ എനിക്കൊരു ഉറപ്പ് വന്നു ഏതെടുക്കണം എന്നൊക്കെ. എന്നാലും ഞാൻ പിന്നെയും നോക്കുന്നുണ്ട്. എനിക്ക് ഏകദേശമൊക്കെ ഉറപ്പായി എന്തെടുക്കണമെന്ന്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുക്കാട്ടോ, നല്ല കളക്ഷൻസാണ്, വെറൈറ്റി. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ട്രൈ ചെയ്തതിലൊക്കെ ഇനിയുണ്ട് കുറേ ട്രൈ ചെയ്യാൻ. അങ്ങനെ ഫസ്റ്റ് മീഡി കൺഫേം ചെയ്യാച്ചു, കാരണം എനിക്ക് കുപ്പായം കുറേ കൺഫ്യൂഷനായിരുന്നു. മീഡി പിന്നെ 2 ഉള്ളൂ, അങ്ങനെ 2 എടുത്താലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഫൈനലി ഒന്ന് ഞാൻ അങ്ങോട്ട് കൺഫേം ചെയ്തു, ഒന്ന് ഉറപ്പിച്ചു. പിന്നെ ഞാനിങ്ങനെ ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇത് രസമുണ്ടോ മെച്ചി എന്നൊക്കെ പറയാൻ മെച്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ കുപ്പായം ഊരി അടുത്ത കുപ്പായം ഇടാൻ വേണ്ടിയിട്ട് അടുത്ത കുപ്പായം ഇടാം. പക്ഷേ ഞാൻ ഈ മിററിൽ നോക്കിയിട്ട് ഓരോ ഡാൻസൊക്കെ കളിച്ച് കാട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ കുപ്പായം ഇട്ട് നോക്കി. ഈ കുപ്പായം വേറെ മോഡലായിരുന്നു, അതെനിക്കെല്ലാം ഇഷ്ടമായി. പിന്നെ മിടി ഇട്ടത് അത് ഊരി, ഒരു മിടി ഏകദേശം ഞാൻ കൺഫേം ചെയ്ത് കൊടുത്തു. അങ്ങനെ കുപ്പായം ഇങ്ങനെ ട്രൈ ചെയ്യണം. എന്നിട്ടും ഞാൻ അങ്ങനെ മിടി ഓരോന്ന് ഇത് വേണോ ഇനി മറ്റേതിന് മതിയില്ലേ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മെച്ചിനോട് വേറെ കുപ്പായം തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ പിന്നെ അപ്പോഴേക്കും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മീഡിയ നോക്കി. അങ്ങനെ മീഡിയമിലായിരുന്നു ഫസ്റ്റ് കളി. അങ്ങനെ പിന്നെ ഞാൻ ഇനുവിൻ്റെയൊക്കെ മീഡിയ കൊടുത്തു. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡ്രസ്സസ്. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ കഴിഞ്ഞുമ്പോൾ വന്നുകൊണ്ട് ഇത് രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസായി. അവൾ പറഞ്ഞിരുന്നുണ്ടല്ലോ രസമില്ല എന്നൊക്കെ. അപ്പോൾ എൻ്റെ കൺഫ്യൂഷനൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വൈറ്റ് ട്രൈ ചെയ്തു. പിന്നെ നിങ്ങളെ മുമ്പൊക്കെ ഞാൻ ഗുഡൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഗുഡ് കാണിച്ചിരിക്കാനുള്ള എനിക്ക് ഏതെങ്കിലും കൺഫേം വേണം. പിന്നെ അമ്മച്ചിക്ക് ഇഷ്ടമായി വരുന്നത് കാണിച്ചു. പക്ഷെ എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല, എന്നാലും എനിക്കിഷ്ടമായില്ല, അങ്ങനെ ആയിരുന്നു. അങ്ങനെ എനിക്ക് കൺഫ്യൂഷനായിട്ടുള്ള പുകഞ്ഞു ഗൈസ്.
അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ കുപ്പായം എനിക്ക് ഇഷ്ടമായി, മിററിൽ കണ്ട നേരത്തെ കുപ്പായം വെച്ച് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ ഈ മിടി വീണ്ടും ട്രയൽ ചെയ്യുകയാണ്. വെറൈറ്റി വേറെ കുറേ കളറുണ്ട് കേട്ടോ മിടി. ബ്ലാക്കൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഈ 2 കളറിലൊന്ന് ഉറപ്പിച്ചു. ടീഷർട്ടും വേറെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ട്രയലിന് എനിക്ക് 3 ടീഷർട്ട് 4-5 ടീഷർട്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് മിടി ഒന്ന് ഏകദേശം ഞാൻ ഉറപ്പിച്ചു. എന്നിട്ട് ഓരോ മിടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിങ്ക് എനിക്കിഷ്ടമായി, പിന്നെ ബ്ലൂ ഇട്ട് നോക്കിയെന്നുള്ളൂ. പിന്നെ ഞാൻ ബ്ലൂ ഇഷ്ടമായി, പിങ്ക് ഇട്ട് നോക്കിയെന്നുള്ളൂ. അങ്ങനെ ഞാൻ ഒരു ഷർട്ട്, എനിക്ക് ഈ ഷർട്ടിൽ ഇങ്ങനെ തല പുകഞ്ഞ് എന്തോ പോലെ കൺഫ്യൂഷനായിരുന്നു. കൺഫ്യൂഷൻ കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ ഗൈസ്, അത്രയ്ക്കും കൺഫ്യൂഷനായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ കൺഫ്യൂഷൻ അടിച്ച് എനിക്ക് 2 വേണം, 3 വേണം, 4 വേണം, ഓരോന്ന് ഇടുന്നതിനനുസരിച്ച് എനിക്ക് ഇത് വേണം. പക്ഷെ എനിക്കാണെങ്കിൽ ഇത് വേണ്ടെന്ന് പറയാൻ തോന്നുന്നില്ല, എല്ലാം വേണം. പക്ഷെ ഇത് ലാസ്റ്റ് എല്ലാം വേണമെന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ എനിക്കിതെല്ലാം വേണം, പക്ഷെ വെച്ച് മേടിച്ചില്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒന്നിലെ പെരുന്നാളിന് എടുക്കുക 1-2 പറ്റിയ. പിന്നെ ഞാനൊരു ഗ്രീന് വന്നാണ് ട്രൈ ചെയ്തു, അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഒരു ബോക്കുള്ള അങ്ങനത്തെ, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഗ്രീൻ കളേഴ്സൊന്നും അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കളേഴ്സാണ്. ഇമ്മച്ചിൻ്റെ കയ്യിലുണ്ട് എല്ലതും ഉണ്ട് കേട്ടോ, എല്ലാ ഡ്രസ്സും. പിന്നെ ഞാൻ അവിടെ കൊണ്ടുവച്ചു, ഇഷ്ടമായില്ല. പിന്നെ ഞാൻ അതോടെ കൊണ്ടുവച്ചു. പിന്നെ ഞാനിങ്ങനെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഓരോ ഡ്രസ്സ് ഇനിയൊക്കെ കാത്തുനിന്ന് എടുത്തിട്ട് ഇതിലേതാ വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഡ്രസ്സ് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാനൊരു ഡ്രസ്സ് ട്രയൽ ചെയ്തു, പിന്നെ അത് ഊരാനായി. അപ്പം മച്ചേ ബട്ടൺ അയച്ചേട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനം ഒന്ന് ഉറപ്പിച്ച് കണ്ട് ട്രയൽ റൂമിൽ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ എൻ്റെ പറയലിലേക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, അത് ക്ഷമിക്കണം. ട്രയലല്ലേ, ട്രയൽ എന്നല്ലേ, ഞാൻ ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രയൽ റൂമിൽ ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ കയറി, എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇത് പിങ്ക് മിടി ഇഷ്ടമായി, പിങ്ക് മിടി അവിടെ വെക്കാൻ പറ്റില്ല. പക്ഷെ ബ്ലൂ മിടി ഇഷ്ടമായി, ബ്ലൂ മിടി അവിടെ വെക്കാൻ പറ്റില്ല. പിന്നെ കുപ്പായം ഞാൻ ഏകദേശം ഒന്ന് കൺഫേം ചെയ്തു. പിന്നെ അവസാനം തല പുകഞ്ഞ കൺഫ്യൂഷൻ്റെ ഒടുവിൽ ഒരു ഡ്രസ്സ് 2 സെലക്ട് ചെയ്ത് മിടിയും കുപ്പായവും സെലക്ട് ചെയ്ത് അവസാനം നമ്മൾ ബില്ലാക്കാൻ കൊടുത്തു. അപ്പോൾ ഇത് അവിടെയുള്ള മിററിൽ നോക്കിയിട്ട് ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മിറർ ഫോട്ടോ ഒക്കെ എടുക്കണേ നമുക്ക്. പിന്നെ അത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇത് മാറ്റണം, പക്ഷേ ഇത് മാറ്റില്ല, ഞാൻ ഉറപ്പിച്ചതാണ്. കുറേ നേരം ഞാൻ ട്രയൽ റൂമിൽ നിന്നാണ്. അങ്ങനെ ഞാൻ ആ ഒരു ഇതിൽ പിന്നെ ഞാൻ ഈ ഡ്രസ്സ് നോക്കി, ഇനി ഇത് മേടിക്കണമെങ്കിൽ മേടിക്കാൻ വേണ്ട. ഞാനതിങ്ങനെ നോക്കി, ബട്ട് ഞാനിത് മേടിച്ചിട്ടില്ല കേട്ടോ ഗൈസ്, വെറുതെ ട്രൈ ചെയ്തെന്നുള്ളൂ. പിന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രോക്ക് പവർ സൂട്ട് മോഡലായിട്ട് എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ മേടിച്ചില്ല, എനിക്ക് വേണ്ട. അങ്ങനെ എനിക്ക് വേണ്ട, അതൊന്നും ഇഷ്ടമായിട്ടില്ല, ചെറുതായിട്ടൊക്കെ ഇഷ്ടമായിട്ടുള്ളൂ. ഞാൻ വെറുതെ വെച്ച് നോക്കിയതാണ്. അങ്ങനെ പിന്നെ ഇവിടുത്തെ കൺഫ്യൂഷനും ഡ്രസ്സ് എടുക്കലൊക്കെ മുകളിൽ ഫുള്ള് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴത്തോട്ട് പോകണം. അപ്പോഴേക്കും ഇതേ കുറച്ച് ട്രൗസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ കണ്ടു കുറേ കളക്ഷൻസ് ഉണ്ട്, പാൻറ്റ് ട്രൗസേഴ്സൊക്കെ. പിന്നെ ഞാൻ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ പിന്നെ 2 ട്രൗസർ എടുത്തു കിട്ടും. എനിക്കെല്ലാം ഇഷ്ടമാണ് ട്രൗസേഴ്സ് ഇടാൻ. അപ്പം ഞാൻ 2 ട്രൗസർ എടുത്തു. അങ്ങനെ പിന്നെ ഞാൻ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയല്ലോ. പിന്നെ അതിന് ബേബി ഞാനും കൂടി ആയിരുന്നു ഇറങ്ങുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് അവിടുത്തെ കാറിൻ്റെ എണ്ണമൊക്കെ നോക്കിയിട്ടോ. പിന്നെ ഞങ്ങൾ ഈ താഴത്തിറങ്ങിയതിന് ശേഷം ഞാനും നീനും അതിന് ബേബിയും കൂടി അവിടെ കളിക്കുകയായിരുന്നു. പിന്നെ ആ ഷോപ്പിലൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു കേട്ടോ, ആളെ പരിചയപ്പെട്ടൊക്കെ ചെയ്തു. അൻസാരി ഒഫീഷ്യൽ നാട്ട ആളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നല്ല കോമഡി ആട്ടോ, കാണാൻ നല്ല രസമാട്ടോ. ഞങ്ങൾ 3 കൂടി അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ, അതിന് ബേബിൻ്റെ ഓരോ തമാശകൾ. അങ്ങനെ അതിന് ബേബി ഞാൻ കൂടി മിററിൽ നോക്കി കുറേ ചെറിച്ച് വയ്ക്കായി. അങ്ങനെ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് ബേബി കുറച്ച് ഡബ്ബറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് നിനക്കൊന്ന് അതിനൊക്കൊന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ ആ ഡബ്ബറായിട്ട് കളിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ തുപ്പിട്ട് കണ്ട ഓരോ എക്സ്പ്രഷൻസ് ഇട്ടു, അവൾ ചിരിക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം കളിച്ച് സ്പെൻഡ് ചെയ്യാണ്. കിട്ടിയ അവസരം മുതലൊക്കെ ഇട്ട് ഞാനും അതിനും ബേബിയും കൂടി. അങ്ങനെ ഞങ്ങളവിടെ
ചേർന്ന് അപ്പോൾ വണ്ടി കൂട്ടയുടെ വണ്ടിയിലാണ് ബസ്സിലാണ്. അപ്പോൾ അതിനും ഉറങ്ങി, അതിന് പോപ്പൊക്കെ പോയിച്ച് ഉറങ്ങി, ഞാനും അവിടെ ഉറങ്ങി കേട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങളെ കളി. പിന്നെ അവിടെ ഒരുപാട് മോഡൽ അബായാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പർദ്ദയാണ് അബായം എന്ന് ഉദ്ദേശിച്ച് പർദ്ദകളിങ്ങനെ ഞാൻ നോക്കി, മെച്ചിക്ക് മക്ക് അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പർദ്ദ. അങ്ങനെ പർദ്ദവും എടുത്തിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം മനസ്സിലുണ്ടാവില്ല. അങ്ങനെ ഞാൻ നോക്കി ഓരോ പർദ്ദകൾ നോക്കുകയാണ് ഗൈസ്. അങ്ങനെ പർദ്ദ നോക്കി സെറ്റാക്കിയല്ലോ ഞാൻ. അങ്ങനെ പിന്നെ ഞാൻ പോകാൻ നേരത്തും അവിടെ ഇങ്ങനെ നിന്നു. ആ ഒരു പ്രതിമേൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ ഡ്രസ്സസ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അമ്മച്ചിയുടെ ബില്ലാക്കട്ടോ. അപ്പം ഞങ്ങളിവിടെ സോഫയിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ സോഫയിൽ ഇങ്ങനെ കളിക്കും. പിന്നെ എൻ്റെ ബാസ്ക്കറ്റിലുള്ള ഡ്രസ്സ്, പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പത്രാസിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. പത്രാസിന് ടാറ്റ് കൊടുത്ത് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയല്ലോ, ഡിങ്ക. പിന്നെ ഇതാണ് പത്രാസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ്. പിന്നെ ഇവിടെ മുഴുവൻ ചെടീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ചെടികളുണ്ടായിരുന്നു ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. പിന്നെ ലീഫൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഒരുപാട് ഷോപ്പിൽ പോയി, പക്ഷേ എനിക്ക് പത്രാസ് നട്ടിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സസ് കിട്ടി. പിന്നെ അവിടെയുള്ള ചെടികളെടുത്തൊക്കെ ഞാൻ പോയി നോക്കി. നിങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.